എല്ലാവർക്കും നമസ്കാരം. ഈ ചാനലിൽ നിങ്ങൾ പരിശോധിക്കുകയാണെങ്കിൽ പ്രത്യേകിച്ച് കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ കൂടുതലായിട്ട് ഞാൻ ചെയ്തിട്ടുള്ളത് ആളുകൾ ഉന്നയിച്ചിട്ടുള്ള സംശയങ്ങൾക്കുള്ള ഉത്തരങ്ങളാണ്. 8 വർഷത്തിൽ മേലെയായി ഈ ഒരു ചാനൽ ആരംഭിച്ചിട്ട് ഇതിനോടകം ഒരുപാട് ആളുകളെ പരിചയപ്പെടാനായിട്ട് സാധിച്ചു. വാട്സപ്പ് മുഖാന്തരവും മറ്റും ഒരുപാട് ആളുകൾ ഒരുപാട് സംശയങ്ങൾ ഉന്നയിക്കാറുണ്ട്. അറിയാവുന്ന വിധത്തിലെല്ലാം ആ സംശയ നിവൃത്തി ഞാൻ ചെയ്യാറുമുണ്ട്. പലപ്പോഴും ഞാൻ ഇങ്ങനെ എല്ലാവർക്കും ഉപകാരമാകട്ടെ എന്നുള്ള ഒരു മനോഭാവത്തിൽ പല സംശയങ്ങൾക്കുള്ള ഉത്തരങ്ങൾ വീഡിയോ ആയിട്ടാണ് ചെയ്യാറുള്ളത്. ഈ വീഡിയോയും അതിൻ്റെ ഭാഗമാണ്. ചില ആളുകൾ എന്നോട് ചോദിച്ചിരുന്നു ഏറ്റവും ഇഷ്ടപ്പെട്ട പുരാണങ്ങൾ ഏതൊക്കെയെന്ന്. പുരാണങ്ങൾ നമുക്ക് രണ്ടായിട്ട് പറയാം, മഹാപുരാണങ്ങളെന്നും ഉപപുരാണങ്ങളെന്നും. മഹാപുരാണങ്ങൾ എന്ന് പറയുമ്പോൾ 10 ലക്ഷണങ്ങളോട് കൂടിയിട്ടുള്ള പുരാണങ്ങളാണ് മഹാപുരാണങ്ങൾ എന്നറിയപ്പെടുക. അത് 18 പുരാണങ്ങളാണുള്ളത്. ഉപപുരാണങ്ങളും 18 തന്നെയാണ് കണക്കാക്കപ്പെടുന്നത്. 18 മഹാപുരാണങ്ങൾ ഇതിനോടകം പരിചയപ്പെടുത്തിയിട്ട് വീഡിയോകൾ ചെയ്തിട്ടുണ്ട് നിരവധി തവണ. ഏതൊക്കെയെന്ന് പറഞ്ഞിട്ടുള്ളതാണ്. അപ്പൊ 18 മഹാപുരാണങ്ങൾ രചിച്ചിരിക്കുന്നത് വേദവ്യാസ മഹർഷിയാണ്. ഇത് 28ാമത്തെ ചതുർയുഗമാണ്, 28ാമത്തെ കലിയുഗമാണ്, 28ാമത്തെ വ്യാസനുമാണ്. 28ാമത്തെ വ്യാസൻ കൃഷ്ണദ്വൈപായനാണ്. പരാശര മഹർഷിയുടെ പുത്രനായിട്ടുള്ള കൃഷ്ണദ്വൈപായനാണ് 28ാമത്തെ വ്യാസനായിട്ട് കണക്കാക്കപ്പെടുന്നത്. എല്ലാ വ്യാസന്മാരും ഭഗവാൻ ശ്രീകൃഷ്ണന്റെ അവതാരമാണ്, ഭഗവാന്റെ അംശാവതാരമാണ് വ്യാസന്മാരെല്ലാം തന്നെ. വേദത്തെ 4ആയി വ്യസിക്കുന്നത് കൊണ്ടും 2 പ്രധാനപ്പെട്ട ഇതിഹാസങ്ങളിൽ ഒന്ന് രാമായണം വാൽമീകി മഹർഷി രചിച്ചതിനെയാണ് ആധികാരികമായിട്ട് ഐതിഹാസികമായിട്ടും ഇതിഹാസമായിട്ടൊക്കെ പറയുന്നത്. എങ്കിലും ഈ രാമായണവും വേദവ്യാസ മഹർഷി അദ്ദേഹത്തിന്റെ പുരാണങ്ങളിൽ പുരാണാന്തർഗതമായിട്ട് പരാമർശിച്ചിട്ടുണ്ട്. ഭാഗവത പുരാണത്തിൽ പോലും രാമായണത്തിന്റെ രത്ന ചുരുക്കം നമുക്ക് കാണാൻ സാധിക്കും. ശിവൻ പാർവതിക്ക് ഉപദേശിക്കുന്ന രീതിയിൽ ശിവപാർവതി സംവാദ രൂപത്തിലുള്ള രാമായണമെല്ലാം നമുക്ക് കാണാൻ സാധിക്കും. അതുകൊണ്ട് വ്യാസൻ എല്ലാം തന്നെ രചിച്ചിട്ടുണ്ട്. വ്യാസോച്ഛിഷ്ടമാണ് സകലതും തന്നെ. അപ്പൊ അങ്ങനെയുള്ള വേദവ്യാസ മഹർഷിയാണ് 18 മഹാപുരാണങ്ങൾ രചിച്ചിട്ടുള്ളത്. ആ 18 മഹാപുരാണങ്ങളിൽ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട പുരാണങ്ങൾ ഏതൊക്കെയെന്നാണ് ചോദിച്ചിരിക്കുന്നത്. എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടത് യാതൊരു സംശയവുമില്ല, ആദ്യമായിട്ട് ഞാൻ പറയുക ശ്രീമദ് ഭാഗവത മഹാപുരാണമാണ്. കലിയുഗത്തിൽ ഉപാസിക്കേണ്ടതായിട്ടുള്ള മഹാപുരാണം. ഭക്തിപുരാണം, ഭഗവാൻ ശ്രീകൃഷ്ണന്റെ സ്ഥൂല ശരീരം എന്ന് പറയപ്പെടുന്ന ആ ഭഗവാൻ ശ്രീകൃഷ്ണന്റെ ഭക്തി വളർത്താൻ നമ്മളെ സഹായിക്കുന്ന, കലിയുഗത്തിൽ ഉപാസിക്കേണ്ടതായിട്ടുള്ള മോക്ഷപുരാണമായിട്ടുള്ള, നിരവധി ഭക്തരുടെ കഥ പറയുന്ന, നമ്മളിൽ ഭക്തി വർദ്ധിപ്പിക്കുന്നതായിട്ടുള്ള ആ മഹാപുരാണം. ഭാഗവത പുരാണത്തിന്റെ മഹിമ പറഞ്ഞുകൊണ്ട്, ഭാഗവത പുരാണത്തെ പരിചയപ്പെടുത്തിക്കൊണ്ട് നിരവധി വീഡിയോസ് ഇതിനോടകം ഈ ചാനലിൽ ചെയ്തിട്ടുണ്ട്. നിങ്ങൾ പരിശോധിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അത് കാണാവുന്നതാണ്. അപ്പം അങ്ങനെയുള്ള ശ്രീമദ് ഭാഗവതമാണ് എനിക്ക് ഏറ്റവും പ്രധാനപ്പെട്ട, ഏറ്റവും പ്രിയപ്പെട്ട ഒന്നാമതായിട്ട് ഞാൻ പറയുന്ന പുരാണം. യാതൊരു സംശയവുമില്ല. രണ്ടാമത് പത്മപുരാണം പറയാം. അതുപോലെ വിഷ്ണു പുരാണം മൂന്നാമത് പറയാം. നാലാമത് നാരദ പുരാണം, അഞ്ചാമത് ഗരുഡ പുരാണം. ഈ 5 മഹാപുരാണങ്ങളാണ് എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട 18 പുരാണങ്ങളിൽ ഏറ്റവും പ്രിയപ്പെട്ട 5 പുരാണങ്ങൾ. വിഷ്ണു പുരാണം, അതുപോലെ നാരദ പുരാണം, പത്മപുരാണം, ഗരുഡ പുരാണം, ശ്രീമദ് ഭാഗവത പുരാണം. ഈ 5ഉം വൈഷ്ണവ പുരാണങ്ങളായിട്ടാണ് കണക്കാക്കപ്പെടുന്നത്. ഈ 5ലും ഭഗവാൻ ശ്രീകൃഷ്ണനെ അഥവാ വിഷ്ണുവിനെ പരമദൈവമായിട്ട്, സുപ്രീം ലോർഡായിട്ട് പറയുന്നു. അതും എനിക്ക് ഈ പുരാണങ്ങളെ ഇഷ്ടപ്പെടുന്നതിന് കാരണമാണ്. മാത്രമല്ല ഭഗവാൻ ശ്രീകൃഷ്ണന്റെ മഹിമകൾ നിറയെ ഈ പുരാണങ്ങൾ വർണ്ണിക്കുന്നു. ഭഗവാൻ വിഷ്ണുവിന്റെ നിരവധി വരുന്ന ഭക്തരുടെ കഥകൾ ഈ പുരാണങ്ങളിൽ പറയുന്നു. ഇതുകൊണ്ടെല്ലാം തന്നെ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടത് ഈ 5 പുരാണങ്ങളാണ്. കൃഷ്ണഭക്തി വിഷ്ണുഭക്തി വളർത്തുന്ന പുരാണങ്ങളാണ് ഇവയെല്ലാം, ഈ 5 വൈഷ്ണവ പുരാണങ്ങൾ. അതുപോലെ നിരവധി വരുന്ന ആ കൃഷ്ണഭക്തരുടെ കഥ കേൾക്കുമ്പോൾ തന്നെ അതിന് ഒരുപാട് നമ്മുടെ ഭക്തിയും വികസിക്കുന്നതാണ്, വളരുന്നതാണ്. അതുകൊണ്ട് തന്നെ ഈ പുരാണങ്ങളെ സ്നേഹിക്കാൻ കാരണം, പ്രത്യേകിച്ച് പറയട്ടെ ശ്രീമദ് ഭാഗവത പുരാണം. ഭാഗവത പുരാണത്തെ വർണ്ണിച്ചാലും തീരുകയില്ല, അത്ര അധികം വർണ്ണിക്കാനുണ്ട്. വാക്കുകൾക്ക് അഗോചരമാണ്, അധീനമാണ് ഭാഗവത പുരാണത്തിന്റെ മഹിമ. അപ്പം അങ്ങനെയുള്ള ഈ പുരാണങ്ങൾ ഞാൻ ഇഷ്ടപ്പെടുന്നു. അത് നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാം. തീർച്ചയായിട്ടും ഈ പറഞ്ഞ 5 മഹാപുരാണങ്ങൾ നിങ്ങളെയും ഭക്തിയിലേക്ക് വളർത്തുന്നതാണ്, നിങ്ങളെയും ഭക്തിയിലേക്ക് നയിക്കുന്നതാണ്, നിങ്ങളുടെ ഭക്തിയെയും ഔന്നിത്യത്തിൽ എത്തിക്കുന്നതാണ്. യാതൊരു സംശയവുമില്ല. പ്രത്യേകിച്ച് കൃഷ്ണഭക്തർക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടുന്നതാണ്.
ഭാഗവത പുരാണവും വിഷ്ണു പുരാണവും എല്ലാം. ഭാഗവത പുരാണത്തില് വിഷ്ണു പുരാണത്തിലെ തന്നെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് കാണാം. വിഷ്ണു പുരാണം തന്നെ ഒന്നുകൂടെ പരാശര മഹർഷിയാണ് യഥാർത്ഥത്തിൽ വിഷ്ണു പുരാണത്തിന്റെ ഉപജ്ഞാതാവായിട്ട് കണക്കാക്കപ്പെടുന്നത്. രചിച്ചത് വേദവ്യാസ മഹർഷിയെങ്കിലും. അപ്പൊ അതുപോലെ തന്നെ ഒരുപാട് കാര്യങ്ങൾ സാമ്യം നമുക്ക് ഭാഗവത പുരാണവും വിഷ്ണു പുരാണവും തമ്മിൽ കാണാം. അതുപോലെ നാരദ പുരാണത്തിൽ ശ്രീകൃഷ്ണ രാധ സഹസ്രനാമം എല്ലാം കാണാം. ഒരുപാട് കൃഷ്ണഭക്തരുടെ ഭക്തി വർദ്ധിക്കുന്ന കഥകൾ നമുക്ക് നാരദ പുരാണത്തിൽ കാണാൻ സാധിക്കും. ഗരുഡ പുരാണത്തിലാണെങ്കിലും ശരി, ഭഗവാൻ വിഷ്ണുവിന്റെ മഹിമകൾ കാണാം. ഭഗവാൻ വിഷ്ണു ഗരുഡന് ഉപദേശിക്കുന്ന സാരോപദേശങ്ങൾ, മഹാഗീതകള്, ഗീത ഉപദേശം പോലെയുള്ള ജ്ഞാന സംവാദങ്ങൾ നമുക്ക് കാണാം. അതുപോലെ നരകലോകങ്ങളുടെ വർണ്ണന, മരണാനന്തര ഗതികളെ പറ്റി പറയുന്നു. ഇതെല്ലാം നമ്മളിൽ ഭക്തി കൂടുതൽ വളർത്തും. പാപങ്ങൾ ചെയ്യാതിരിക്കാനും അധർമ്മം പ്രവർത്തിക്കാതിരിക്കാനും നല്ലത് സത്യമായത് ചെയ്യാനും ഭഗവത് ഭക്തി ചെയ്യാനും നമുക്ക് പ്രേരണയാകും ഗരുഡ പുരാണം വായിക്കുന്നതിലൂടെ. അതുപോലെ തന്നെ പത്മപുരാണം വിഷ്ണുവിന്റെ അങ്ങേയറ്റത്തെ മഹിമ വർണ്ണിക്കുന്നതാണ്. അതുപോലെ വ്രതങ്ങളുടെ മഹിമ, ഏകാദശിയുടെ മഹിമ, അതുപോലെ കാർത്തിക മാസത്തിന്റെ മഹിമ, അങ്ങനെയുള്ള വിഷ്ണു വ്രതങ്ങളുടെ, വിഷ്ണു പൂജകളുടെ, ഭഗവാൻ വിഷ്ണുവിന്റെ നെല്ലിക്കയുടെ, തുളസിയുടെ, അങ്ങനെ ഒരുപാട് ഭക്തരുടെ, വിഷ്ണു ഭക്തരുടെ മഹിമ ഇതെല്ലാം പറയുന്നതാണ്, ചർച്ച ചെയ്യുന്നതാണ് പത്മപുരാണം. പത്മപുരാണത്തിൽ ഒരുപാട് കാര്യങ്ങൾ വൈഷ്ണവമായിട്ട് പറയുന്നു. അങ്ങനെ പത്മപുരാണമാണെങ്കിലും വിഷ്ണു പുരാണമാണെങ്കിലും നാരദ പുരാണമാണെങ്കിലും ഭാഗവത പുരാണങ്ങളാണെങ്കിലും അത് വൈഷ്ണവ പുരാണങ്ങളാണ്. ഭക്തി വർദ്ധിപ്പിക്കുന്ന, കൃഷ്ണഭക്തി ജ്വലിപ്പിക്കുന്ന, നമ്മളെ ഉന്നതിയിലെത്തിക്കുന്ന പുരാണങ്ങളാണ്. അതുകൊണ്ട് തന്നെ ഈ പുരാണങ്ങൾ എനിക്ക് വളരെ പ്രധാനപ്പെട്ടതാണ്. ഇതിന്റെ ഗദ്യരൂപം ഇന്ന് അവൈലബിൾ ആണ്, മലയാള ഭാഷയിൽ ലഭ്യമാണ്. ശ്ലോകങ്ങളുടെ നേരെ പരിവർത്തനം പറയുന്ന തരത്തിലുള്ള ഈ പറയുന്ന 5 പുരാണങ്ങളും ലഭ്യമാണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് നിങ്ങൾക്ക് വായിക്കാവുന്നതാണ്. ഇപ്പോഴത്തെ പുതിയ ചില കുട്ടികളുടെ എല്ലാം ധാരണ പുരാണങ്ങൾ എന്നൊക്കെ പറയുന്ന ഏതോ കാലത്ത് ഉണ്ടായതാണ്. പുരാണങ്ങൾ, ഉപനിഷത്തുകൾ, ഇതിഹാസങ്ങളും ഇപ്പൊ ഒന്നും ലഭ്യമല്ല എന്നാണ് അവർ വിചാരിച്ചിരിക്കുന്നത്. എന്നാൽ അങ്ങനെയല്ല. എല്ലാ പുരാണങ്ങളും, 2 ഇതിഹാസങ്ങളാണെങ്കിലും ശരി, 18 പുരാണങ്ങളും 18 ഉപപുരാണങ്ങളും 108 ഉപനിഷത്തുകളും എല്ലാം ലഭ്യമാണ്. സംസ്കൃത ഭാഷയിൽ മാത്രമല്ല, മലയാള പരിവർത്തനം പോലും ലഭ്യമാണ്. നിങ്ങളത് വായിക്കുക, അത്രയേ വേണ്ടൂ. നിങ്ങൾ വായിക്കാതിരിക്കുന്നതാണ് തെറ്റ്. അല്ലാതെ അതാരെങ്കിലും അത് തടഞ്ഞു വെച്ചേക്കണമെന്നൊന്നും ഇന്നത്തെ കാലത്ത് ആരും പറയരുത്. ആർക്കും എപ്പോ വേണമെങ്കിലും അത് വായിക്കാവുന്നതാണ് സമയം കണ്ടെത്തി. അങ്ങനെ മനുഷ്യജന്മത്തിന്റെ അർത്ഥം, മനുഷ്യജന്മം കൊണ്ട് സാധിക്കേണ്ടതായിട്ടുള്ള പരമ പ്രയോജനം അത് സാധിക്കുക. അത് മോക്ഷമോ മോക്ഷത്തിനപ്പുറത്തുള്ള ഭക്തിയോ, നിങ്ങൾക്കത് തീർച്ചയായിട്ടും ഈ പുരാണ പഠനങ്ങളിലൂടെ സാധിക്കുന്നതാണ്. ഈ പുരാണങ്ങൾ പഠിക്കുക. നിങ്ങൾ തീർച്ചയായിട്ടും അത് ഭക്തിയുടെ ഔന്നത്യത്തിൽ പരമ പ്രയോജനമായിട്ടുള്ള പരമ സാക്ഷാത്കാരത്തിലേക്ക് നിങ്ങൾ എത്തിക്കുന്നതായിരിക്കും. ഭാഗവത മഹാപുരാണം, പത്മപുരാണം, ഗരുഡ പുരാണം, നാരദ പുരാണം, വിഷ്ണു പുരാണം,